37 സങ്കീർത്തനം 1, 2, 3, 4, 5 വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ്, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതിയോട് ചെയ്യുന്നവരുടെ അസൂയപ്പെടരുത്. അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകിത്തരും. നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. തൻ്റെ അനുഭവത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമാണ്, ദുഷ്പ്രവൃത്തിക്കാരൻ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. ഈ ലോകത്തിൽ പ്രതിസന്ധികളും പോരുകളും വെല്ലുവിളികൾ കണ്ട് ഒരു ദൈവബദൽ നിരാശപ്പെടരുത്. കാരണം ഇവിടെ പറയുന്നു, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. അപ്പോൾ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളൊക്കെ ഒരു പുല്ല് എപ്രകാരം ഉണങ്ങി പച്ചച്ചെടി വാടിപ്പോകുന്നത് പോലെ വാടിപ്പോകാനിടയിൽ തരും. എന്നിട്ട് പറയുകയാണ്, യഹോവയിൽ തന്നെ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. ഒന്നാമത്തെ കാര്യം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വിശ്വസ്തയാചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം നൽകി തരുവാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളെ കടന്നു വരുമ്പോൾ വിശ്വസ്തയോടെ ദേശത്ത് വിശ്വസ്തയോടെ നിന്നാട്ട് ഒരു വിടുതലുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.